ഈനോളേറ്റ് അയോൺ ഫോർമേഷൻ ആണ്. എന്താണ് ഈനോളേറ്റ് അയോൺ ഫോർമേഷൻ? അങ്ങനെയാകുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് ഫോം ചെയ്യുന്നത്. OH മൈനസിനെ എടുത്തു, ആ OH മൈനസ് തിരിച്ച് പുറത്തേക്ക് വന്നു, ലാസ്റ്റ് സ്റ്റെപ്പിൽ തിരിച്ചു വന്നു, ആൽഡിഹൈഡ് വന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ ആൾഡോൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഹായ് എവരിവൺ, വെൽക്കം ടു എഡ്യൂസ് അക്കാഡമി. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ടോപ്പിക് ആയിട്ടുള്ള ആൾഡോൾ കണ്ടൻസേഷൻ ആണ്. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി സെക്കൻഡ് സെമിസ്റ്റർ BPharm സബ്ജക്റ്റ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ എന്താണ് കാർബണൽ കോമ്പൗണ്ട് എന്ന് പറയുന്ന യൂണിറ്റിൽ കുറച്ച് നെയ്മഡ് റിയാക്ഷൻസ് പറയുന്നുണ്ട്. അതിലൊരു നെയ്മഡ് റിയാക്ഷൻ ആണ് ഈ ആൾഡോൾ കണ്ടൻസേഷൻ. അപ്പൊ എന്താണ് ആൾഡോൾ കണ്ടൻസേഷൻ, എന്താണ് എന്റെ റിയാക്ഷൻ, എന്താണ് എന്റെ മെക്കാനിസം എന്ന് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോവാണ് ആൾഡോൾ കണ്ടൻസേഷൻ. അപ്പൊ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, നിങ്ങൾ ആലോചിക്കാം, ഓർത്ത് വെക്കാം. അതായത് ആൽഡിഹൈഡ്സ് ആണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഈ ആൽഡിഹൈഡ്സിന്റെ പ്രത്യേകത എന്താ? ആൽഡിഹൈഡ്സിൽ ആൽഫ ഹൈഡ്രജൻസ് വേണം. ഓക്കെ, അതേപോലെ തന്നെ എടുക്കുന്ന ആൽഡിഹൈഡ്സ് സെയിം ആയിരിക്കും, ഡിഫറെന്റ് ആൽഡിഹൈഡ് അല്ല, സിമിലർ ആൽഡിഹൈഡ്സ് ആണ് ഈ റിയാക്ഷൻ നടക്കുക. അതേപോലെ എന്താണ് ആൽഡിഹൈഡ്സ് ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് വേണം ആൽഡിഹൈഡിൽ. അതേപോലെ തന്നെ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യപ്പെടുന്നത് അല്ല, റിയാക്ഷൻ നടക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് എ ബേസ് ആണ്. ഓക്കെ, OH മൈനസ് NaOH ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ OH മൈനസ്. ഓക്കെ, അപ്പോൾ OH മൈനസ് പറയുന്ന ബേസിന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആൾഡോൾ ആയിരിക്കും. ഓക്കെ, കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് എന്നത് ആൾഡോൾ ആയിരിക്കും. ഈ ആൾഡോളിന്റെ പ്രത്യേകത അത് കുറച്ച് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, അതൊരു അത് ഡബിൾ ബോണ്ട് അതിൽ ഫോം ചെയ്തിട്ട് എന്താണ് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ റിയാക്ഷൻ. അപ്പോൾ റിയാക്ഷൻ ഡിഫൈൻ ചെയ്യാം. ആൽഡിഹൈഡ്സ് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻസ് undergoes self addition in the presence of a base. Okay, in the presence of a base. ഇവിടുത്തെ ബേസ് ആണ് OH minus to form aldol. Okay, അതിൽ നിന്നും വാട്ടർ മോളിക്യൂൾ റിമൂവ് ആയിട്ട് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഫോം ചെയ്യും. ഇവിടെ കുറച്ച് ടേംസ് ഉണ്ട്, ആൽഫ ഹൈഡ്രജൻ, പിന്നെ ആൾഡോൾ, അതേപോലെ തന്നെ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു അതേപോലെ കാര്യം കൂടി സിമിലർ ആൽഡിഹൈഡ്സ് ആണ് ഈ റിയാക്ഷൻ അണ്ടർഗോ ചെയ്തത്. ഓക്കെ, അപ്പൊ നോക്കാം. ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യം ആൽഫ ഹൈഡ്രജൻസ് എന്താണ് അല്ലെ. അപ്പൊ നോക്കാം, CH3 CHO, ഇതാണ് എന്ത് ആൽഡിഹൈഡ് അല്ലെ. അപ്പൊ ഇതില് ആൽഡിഹൈഡിലെ ഇതാണ് ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ആൽഡിഹൈഡ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിനെ നമുക്ക് എന്ത് ചെയ്യാം, ആൽഫ കാർബൺ എന്ന് വിളിക്കാം. ഈ ആൽഫ കാർബണിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഉണ്ടായിരിക്കുന്ന ഹൈഡ്രജൻസിനെയാണ് ആൽഫ ഹൈഡ്രജൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ആൽഫ കാർബൺ ഉള്ളത്, ആ ആൽഫ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു മോളിക്യൂൾ അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന മോളിക്യൂൾ ഉറപ്പായിട്ടും ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ തരും. ഓക്കെ, അപ്പൊ ഇതാണ് ആൽഫ ഹൈഡ്രജൻ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ആൾഡോൾ. ഓക്കെ, അപ്പൊ ഇവിടെ 2 ആൽഡിഹൈഡ് മോളിക്യൂള് റിയാക്ട് ചെയ്തിട്ട് ഒരു ആൾഡോൾ കിട്ടും. ആൾഡോൾ എന്ന് പറയുമ്പോൾ ഒരു ആൽഡിഹൈഡും ഗ്രൂപ്പും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു എന്തുണ്ടാവും, ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ആൽഡിഹൈഡും ആൽക്കഹോളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആൾഡോൾ എന്ന് വിളിക്കുന്നത്. ഈ സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും, ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പും ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പും ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, അങ്ങനെ ആൾഡോൾ നമ്മൾ നോക്കി, ആൽഫ ഹൈഡ്രജൻ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്. എന്താണ് അത്? ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം മൾട്ടിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കാം. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് നമ്മൾ ഈ പ്രൊഡക്റ്റ് നോക്കുവാണെങ്കിൽ CH3 CH ഡബിൾ ബോണ്ട് CHO. അപ്പോൾ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ്. അത് അറ്റാച്ച് ആയിട്ടുള്ള കാർബൺ ആൽഫ കാർബൺ, തൊട്ടടുത്ത കാർബൺ ബീറ്റ കാർബൺ, പിന്നെ ഗാമ കാർബൺ, അങ്ങനെ പോകും. അപ്പൊ ആൽഫ ബീറ്റ നോക്കിയേ, ആൽഫ കാർബണിന്റെയും ബീറ്റ കാർബണിന്റെയും ഇടയിലാണ് ഡബിൾ ബോണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, ആൽഫ ബീറ്റ അൺസാച്ചുറേഷൻ. അപ്പൊ മനസ്സിലായല്ലോ എന്താണ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ഇവിടെ കോമ്പൗണ്ട് ഏതാണ്? ആൽഡിഹൈഡ് അല്ലേ. അപ്പൊ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടുന്ന കോമ്പൗണ്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന റിയാക്ഷൻ, ഈ ഒരു ആൾഡോൾ കണ്ടൻസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അസറ്റാൽഡിഹൈഡിന്റെ ബേസിലാണ്. അപ്പൊ 2 മോളിക്യൂൾ ഓഫ് അസറ്റാൽഡിഹൈഡ് എന്ത് ചെയ്യും, അണ്ടർഗോ സെൽഫ് അഡീഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ബേസ് ടു ഫോം ആൾഡോൾ. കിട്ടുന്ന ആൾഡോളിന്റെ പേര് 3-ഹൈഡ്രോക്സി ബ്യൂട്ടനാൽ. ഓക്കെ, ഇനി 3-ഹൈഡ്രോക്സി-ബ്യൂട്ടനാളിൽ നിന്നും വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ബ്യൂട്ട് 2-ഈൻ ആൾ. ഓക്കെ, ബ്യൂട്ട് 2-ഈൻ ആൾ. അപ്പൊ എന്താണ്, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് എന്താണ്
ആൽഡിഹൈഡ് ആണ്. ഓക്കെ, ഇതാണ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കാൻ പോകുന്നത്? ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷന്റെ മെക്കാനിസം നോക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിസം ആണ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷനിൽ. ഇതിന് 5 സ്റ്റെപ്പ് മെക്കാനിസം ഉണ്ട്, പക്ഷെ അത് വളരെ വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് നോക്കേണ്ടത് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് ഈനോളേറ്റ് അയോൺ ഫോർമേഷൻ ആണ്. എന്താണ് ഈനോളേറ്റ് അയോൺ ഫോർമേഷൻ? അപ്പൊ എന്താണ്, എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു, നമ്മൾ എടുത്തിരിക്കുന്ന ആൽഡിഹൈഡ് എന്ന് പറയുന്നത് അസറ്റാൽഡിഹൈഡ് ആയിരുന്നു അല്ലെ. ഇത് അസറ്റാൽഡിഹൈഡ് ആണ്, അസറ്റാൽഡിഹൈഡ്. ഓക്കെ, ഇത് നമ്മുടെ ബേസ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് സ്റ്റെപ്പില് ബേസ് വന്നിട്ട്, ബേസ് ആയിട്ടുള്ള OH മൈനസ് വന്നിട്ട് അസറ്റാൽഡിഹൈഡിലെ ഒരു ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോകും. അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെ ഹൈഡ്രജൻ എടുത്തുകൊണ്ട് പോവുക, വലിച്ചുകൊണ്ട് പോവുക. അങ്ങനെ ഹൈഡ്രജൻ ബേസിന്റെ കൂടെ പോകണമെങ്കിൽ ഹൈഡ്രജൻ എന്തായിരിക്കണം? OH മൈനസ് ആണ് ബേസ്. അപ്പൊ ഹൈഡ്രജൻ എന്ത് ഫോമിലാണ് ഉണ്ടാകുന്നത്? H+, പ്രോട്ടോൺ ഫോമിലാണ് ഉണ്ടാവേണ്ടത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ പ്രോട്ടോൺ എങ്ങനെ ജനറേറ്റ് ചെയ്യുമെന്ന് നോക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അസറ്റാൽഡിഹൈഡിലെ ഒരു അസറ്റാൽഡിഹൈഡിലെ ഒരു ഹൈഡ്രജൻ ഇവിടുന്ന് ലീവ് ചെയ്യും. അങ്ങനെ ലീവ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇതിന്റെ ഇലക്ട്രോൺസ് മുഴുവൻ ഈ കാർബണിന് കൊടുക്കും. ഓക്കെ, അപ്പൊ എന്തായി? ഹൈഡ്രജൻ ലീവ് ചെയ്യുന്നത് H+ന്റെ ഫോമിലല്ലേ. അപ്പൊ ഈ ഹൈഡ്രജൻ ആരും ഒന്ന് അബ്സ്ട്രാക്ട് ചെയ്യും, H+ അബ്സ്ട്രാക്ട് ചെയ്യും, OH മൈനസ് വന്നിട്ട് അബ്സ്ട്രാക്ട് ചെയ്യും. OH മൈനസ് ബേസ് ആണ്, ബേസ് വന്നിട്ട് H+നെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് എന്തായിട്ട് പോകും? വാട്ടർ ആയിട്ട് പോകും. ഓക്കെ, കൂടാതെ ഇവിടെ ഈ മോളിക്യൂൾ എന്താ സംഭവിക്കും? ഈ മോളിക്യൂൾ എന്താ സംഭവിച്ചാൽ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോൾ, കാർബണിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ കാർബണിന്റെ മേലെ എന്ത് കിട്ടും? നെഗറ്റീവ് ചാർജും ഇലക്ട്രോൺസും എക്സസ് ആയിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ ഈ ഫോം ചെയ്യുന്ന ഈ കോമ്പൗണ്ട് ആണ് എന്ത്? ഈനോളേറ്റ്. ഓക്കെ, ഇനോളേറ്റ് അയോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടി? ഇനോളേറ്റ് അയോൺ കിട്ടി. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോം ചെയ്ത ഇനോളേറ്റ് അയോൺ ആണ് സെക്കൻഡ് സ്റ്റെപ്പിൽ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോം ചെയ്ത ഈ ഇനോളേറ്റ് അയോൺ ആണ് സെക്കൻഡ് സ്റ്റെപ്പിൽ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. എവിടെ റിയാക്ട് ചെയ്യും? ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇനോളേറ്റ് അയോൺ പോയിട്ട് മറ്റൊരു ആൽഡിഹൈഡ് ആയിട്ടുള്ള അസറ്റാൽഡിഹൈഡിൽ പോയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ എങ്ങനെ റിയാക്ട് ചെയ്യും? ഒരു ഇനോളേറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ, നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ നെഗറ്റീവ് ചാർജ് എവിടെ പോയി റിയാക്ട് ചെയ്യുക? അല്ലെ എവിടെ പോയി അട്രാക്ട് ചെയ്യുക? പോസിറ്റീവ് സെന്ററിൽ അല്ലേ. അപ്പൊ എങ്ങനെ ഇവിടെ പോസിറ്റീവ് സെന്റർ ഉണ്ടാവും? ഇത് അസറ്റാൽഡിഹൈഡ് മോളിക്യൂൾ ആണ്. അപ്പോൾ എങ്ങനെ പോസിറ്റീവ് സെന്റർ ഉണ്ടാവും നോക്കാം. കാർബണും ഓക്സിജനും തമ്മിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ അവിടെ പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഈ ഓക്സിജനിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓക്സിജന് സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ചാർജും കാർബണിന് എന്ത് കിട്ടും? പോസിറ്റീവ് സെന്ററും കിട്ടും അല്ലെ. അങ്ങനെ ആകുമ്പോൾ ഇപ്പം കിട്ടിയില്ലേ? ഇപ്പൊ ഈ ഇനോളേറ്റ് പോയി അറ്റാക്ക് ചെയ്യാൻ എന്തുണ്ട്? പോസിറ്റീവ് സെന്റർ ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഇനോളേറ്റ് വന്നിട്ട് ഈ കാർബണിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്? ഈ പ്രൊഡക്റ്റ്. ഇതെന്താ സംഭവിക്കുന്നത്? ഈ രണ്ട് പ്രൊഡക്റ്റും കൂടെ അങ്ങോട്ട് ആഡപ്പ് ചെയ്യുക. ആഡപ്പ് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസം എന്താ ശ്രദ്ധിക്കണം. ഈ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ടിലെ ഡബിൾ ബോണ്ട് അവിടുന്ന് പോയിട്ട് സിംഗിൾ ബോണ്ട് O മൈനസ് ആവും. ഓക്കെ, അത് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഓക്സിജൻ പല നെഗറ്റീവ് ചാർജ് റിമെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? പാർഷ്യൽ പോസിറ്റീവ്, പാർഷ്യൽ നെഗറ്റീവ്, ഇലക്ട്രോൺസ് ഇങ്ങോട്ട്. ഓക്കെ, കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? CH3, ഈ CH3, പിന്നെ O ഡബിൾ ബോണ്ട് പോയിട്ട് എന്താ? O സിംഗിൾ ബോണ്ട് O മൈനസ് ആവും. പിന്നെ CH2CHO ഇതങ്ങനെ എഴുതി കൊടുക്കാം. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ ഫോം ചെയ്യുന്ന ഇന്റർമീഡിയറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ നോക്കിയാൽ മനസ്സിലാവും സെയിം കോമ്പൗണ്ട് ആണ്. ഓക്സിജന് മേലെ നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലേ. അപ്പൊ ഈ നെഗറ്റീവ് ചാർജിനെ എന്താണ് നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റേബിൾ ആക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? ആ O മൈനസിനെ എന്ത് ചെയ്യും? ആ O മൈനസിലേക്ക് ആരോ ഒന്ന് അറ്റാക്ക് ചെയ്യും. ഒരു വാട്ടർ അല്ലെങ്കിൽ H+ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അതെങ്ങനെയും ചെയ്യും നോക്കാം. അതാണ് നമ്മളുടെ തേർഡ് സ്റ്റെപ്പിൽ വരുന്ന റിയാക്ഷൻ. അപ്പൊ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ദി നെഗറ്റീവ് ഓക്സിജൻ ഇൻ ദ പ്രൊഡക്റ്റ് ആക്സെപ്റ്റ് എ പ്രോട്ടോൺ ഫ്രം വാട്ടർ ടു ഗിവ് ആൾഡോൾ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ OH മൈനസ് H+ എടുത്തിട്ട് വാട്ടർ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. ആ വാട്ടർ തിരിച്ച് ഈ തേർഡ് സ്റ്റെപ്പിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ആ വാട്ടറിന്റെ യൂസ് എവിടെയാണ്? ആ വാട്ടർ എന്താ? H2 അല്ല. അപ്പൊ OH HO. അപ്പൊ H എന്ത് ചെയ്യും? H+ OH നിന്ന് വാട്ടർ നിന്ന് എന്താണ്? H+ ആയിട്ട് OH മൈനസ് ആയിട്ട് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സെക്കൻഡ് സ്റ്റെപ്പിൽ ഇന്റർമീഡിയറ്റ് ഇവിടെ വരച്ചു. അതിന്റെ നെഗറ്റീവ് ചാർജ്, ഓക്സിജൻ മേലെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ H+ഉം OH മൈനസും ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും H+ ഇവിടെ ഒന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? ഇതിന്റെ മേലെ ഒരു H കൊടുക്കുക. അപ്പൊ CH3 CHO OH CH2 CHO. അപ്പൊ നോക്കിയാൽ ഈ പ്രൊഡക്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ പ്രൊഡക്റ്റിൽ OH ഗ്രൂപ്പും വന്നു, ആൽഡിഹൈഡും വന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ ആൾഡോൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അത് കൂടാതെ എന്തുണ്ട്? ഈ വാട്ടറിൽ ഉണ്ടായിരുന്ന OH മൈനസ് അയോൺസ് ഇവിടെ അവിടെ വരും. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. ഇനി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആൽഡിഹൈഡ് മോളിക്യൂൾ ഉണ്ട്. ഓക്കെ, അത് കൂടാണ്ട് ഇവിടെ CH2 ഉണ്ടല്ലേ, തൊട്ടടുത്ത കാർബൺ ആൽഫ കാർബൺ ആണ്. അവിടെ രണ്ട് ആൽഫ ഹൈഡ്രജൻസ് ഉണ്ടല്ലേ.
അപ്പൊ ഇവിടെ സംഭവിക്കും ഫസ്റ്റ് സ്റ്റെപ്പിലെ കേസ് ഇവിടെ വന്നില്ലേ, ആൽഫ ഹൈഡ്രജൻ ആറ്റവും അതേപോലെ തന്നെ കാർബണൈൽ കോമ്പൗണ്ടും പോരാത്തതിന് ബേസും വന്നു. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെയും ഒരു ഇനോളേറ്റ് അയോൺ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിലും ആൾഡോളും OH- കൂടെ ചേർന്നിട്ട് ഒരു ഇനോളേറ്റ് അയോൺ ഫോം ചെയ്യും. അപ്പൊ ഈ OH- വന്നിട്ട് എന്ത് ചെയ്യും, അപ്പോ ഈ OH- വന്നിട്ട് ഈ കാർബണിലെ ഒരു ഹൈഡ്രജനെ എടുത്തുകൊണ്ട് പോകും. അപ്പൊ അതാണ് നമ്മളുടെ സ്റ്റെപ്പ് 4 പറയുന്നത്, എ സ്മോൾ എമൗണ്ട് ഓഫ് ആൾഡോൾ ഈസ് കൺവേർട്ടഡ് ടു ഇനോളേറ്റ് അയോൺ ബൈ ഹൈഡ്രോക്സൈഡ് അയോൺ. ഓക്കെ, ഈ OH- വന്നിട്ട് കുറച്ച് എമൗണ്ട് ആൾഡോളിനെ ഇനോളേറ്റ് ആയിട്ട് മാറ്റും. അതെങ്ങനെയാ നോക്കാം, നോക്കിയോ. ഈ ഒരു കോമ്പൗണ്ടിനെ ഇവിടെ വരക്കുകയാണെങ്കിൽ CH3 COH CH2. അപ്പോൾ H നമ്മൾ താഴെ വരച്ചു പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് CHO. ഓക്കെ, ഇത് സ്വാഭാവികമായിട്ട് നോക്കുക, OH- ഉണ്ട് ബേസ്. അപ്പൊ നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ നിന്ന് പറയുന്നത് ഈ OH- വന്നിട്ട് ഈ H-നെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യണം, ഇതിന്റെ ഇലക്ട്രോൺസ് മുഴുവൻ ഈ കാർബണിന് കൊടുക്കണ്ടേ. അപ്പോൾ ഇതിനെ വന്നിട്ട് എടുത്തുകൊണ്ടുപോകും. അങ്ങനെയാകുമ്പോൾ നോക്കിക്കോ, അപ്പൊ എന്ത് സംഭവിക്കും, കിട്ടുന്ന പ്രൊഡക്റ്റ് CH3 COH. ഓക്കെ, CH ഇവിടെ ഉണ്ട്, പിന്നെ CH, പിന്നെ നെഗറ്റീവ് ചാർജ് അല്ലെ, ഈ ഇലക്ട്രോൺസ് ഈ ഹൈഡ്രജൻ കൊടുത്ത ഇലക്ട്രോൺസ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ വരുന്നത്, CHO. അപ്പൊ ഇതൊരു എന്താണ്, ഇതൊരു ഇനോളേറ്റ് അല്ലേ, ഇതൊരു ഇനോളേറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. കൂടാതെ എന്ത് ചെയ്യും, OH-ഉം ഈ H-ഉം കൂടെ വാട്ടർ ആയിട്ട് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് 4th സ്റ്റെപ്പിൽ നടക്കുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു ഇനോളേറ്റ് അയോൺ ഉണ്ട്, OH- ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ 5ാമത്തെ സ്റ്റെപ്പിൽ സംഭവിക്കും നോക്കാം. 5ാമത്തെ സ്റ്റെപ്പിൽ നടക്കാൻ പോകുന്ന കാര്യം നോക്കിയേ, നമ്മുടെ 4th സ്റ്റെപ്പിലെ ആ പ്രൊഡക്റ്റ് നമ്മൾ വീണ്ടും ഇവിടെ വരക്കുകയാണ്. 4th സ്റ്റെപ്പിലെ ഇന്റർമീഡിയറ്റിനെ നമ്മൾ ഇവിടെ വരക്കുകയാണ്. CH3 ഓക്കെ, CHOH. ഓക്കെ, പിന്നെ CH നെഗറ്റീവ് ചാർജ് കാണിക്കുകയാണ്, CHO. ഇവിടെ നടക്കാൻ പോകുന്നത് ഈ മോളിക്യൂളിൽ നിന്നും OH റിമൂവ് ആവും. ഈ മോളിക്യൂളിൽ നിന്നും ഈ OH എന്ത് ചെയ്യും, റിമൂവ് ആവും. ഈ OH റിമൂവ് ആണെങ്കിൽ എങ്ങനെ റിമൂവ് ആവും, ഈ OH- ആയിട്ടാണ്, ഹൈഡ്രോക്സൈഡ് അയോൺ ആയിട്ടാണ് റിമൂവ് ആവുക. അങ്ങനെയാണെങ്കിൽ ഈ കാർബൺ ഓക്സിജൻ തമ്മിലുള്ള ബോണ്ട് എല്ലാ ഇലക്ട്രോൺസും ആര് കൊണ്ടുപോകും, OH കൊണ്ടുപോകും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഈ കാർബണിന് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയി, പക്ഷെ തൊട്ടടുത്ത കാർബണിൽ ഇലക്ട്രോൺ എന്തുണ്ട്, എക്സസ് ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് മുഴുവൻ ഇങ്ങോട്ടേക്ക് കൊടുക്കും, ഈ ബോണ്ടിലേക്ക് കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും, ഈ OH അങ്ങോട്ട് ലീവ് ചെയ്യും. അപ്പൊ എന്താ കിട്ടുക, പ്രൊഡക്റ്റ് നോക്കിക്കോ, CH3 CH ഡബിൾ ബോണ്ട് CHO അല്ലേ, ഇതാണ് കിട്ടുന്ന പ്രൊഡക്റ്റ്. അപ്പൊ ഇവിടുന്ന് OH- ലീവ് ആയതുകൊണ്ട് OH- നമുക്ക് ഇവിടെ കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, OH- എടുത്തു, ആ OH- തിരിച്ച് പുറത്തേക്ക് വന്നു, ലാസ്റ്റ് സ്റ്റെപ്പിൽ തിരിച്ചു വന്നു. അപ്പൊ എന്താണ്, OH- ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു കോമ്പൗണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബൺ, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡും ഫോം ചെയ്തു. അപ്പോൾ ഇതാണ് എന്ത്, ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷന്റെ മെക്കാനിസം. അപ്പോൾ സിമ്പിൾ ആണ്, 5 സ്റ്റെപ്പ് മെക്കാനിസം ആണുള്ളത്. 1ാമത്തെ സ്റ്റെപ്പിൽ എന്താണ്, ഇനോളേറ്റ് ഫോം ചെയ്തു. ആ ഇനോളേറ്റ് എന്ത് ചെയ്യും, 2ാമത്തെ സ്റ്റെപ്പിൽ ആൽഡിഹൈഡിൽ പോയിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, അവിടെ O- ഉണ്ടാവും ആ പ്രൊഡക്റ്റിന്റെ അകത്ത്. അപ്പൊ ആ O- എന്ത് ചെയ്യും, ഒരു പ്രോട്ടോണിനെ വാട്ടറിൽ നിന്നും വലിച്ചെടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആൾഡോൾ കിട്ടും. അപ്പൊ ഈ ആൾഡോളിനെ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ട് ഒരു എന്താണ്, അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഒരു ഇനോളേറ്റ് അയോൺ ഫോം ചെയ്യും. അതിൽ നിന്നും OH- അയോൺ റിമൂവ് ആവും. അതാണ് എന്താണ്, ആൾഡോൾ കണ്ടൻസേഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൾഡോൾ കണ്ടൻസേഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.